മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് ഇഡിയുടെ നോട്ടീസ് വന്നു. പക്ഷേ നോട്ടീസ് വന്നതിനെ പറ്റിയിട്ട് സ്ഥിരീകരിക്കാൻ മുഖ്യമന്ത്രി ഇതുവരെയും തയ്യാറായിട്ടില്ല. അങ്ങനെയൊന്നും വന്നിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ ഏത് കേസിൽ വന്നു എന്നുള്ളതും വ്യക്തമായിട്ടില്ല. ഇഡി അയച്ച സമൻസ് ലാവ്ലിൻ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് വാർത്തകൾ വരുന്നുണ്ട്. അതിൻ്റെ കള്ളപ്പണം വെളുപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ടെന്ന്, ലൈഫ് മിഷൻ്റെ ഫ്ലാറ്റ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് മറ്റൊരു ആരോപണമുണ്ട്. പക്ഷേ ശരിക്കും ഇത് എന്തിൽ നിന്ന് ഏത് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇഡി അയച്ചു എന്നുള്ള കാര്യത്തിനകത്ത് ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. മുഖ്യമന്ത്രി ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും ഇതിൽ വ്യക്തത വരുത്തേണ്ടത് ഇഡിയാണോ മുഖ്യമന്ത്രിയാണോ? അതൊരു നല്ല ചോദ്യമാണ്. അതിനു മുമ്പ്, ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് നമുക്ക് മുഖ്യമന്ത്രിയുടെ ഭാഗം ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. മുഖ്യമന്ത്രി അതിപ്പോൾ പിണറായി വിജയനാണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും AK ആൻ്റണി ആണെങ്കിലും VS അച്യുതാനന്ദനാണെങ്കിലും ആരാണെങ്കിലും മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ഭരണഘടന തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. നിയമം മൂലം സ്ഥാപിതമായ ഭരണഘടനയെ മുൻനിർത്തി ഭരിച്ചുകൊള്ളാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരാൾ സത്യപ്രതിജ്ഞാ ലംഘനം നടത്താൻ പാടില്ല. അങ്ങനെ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയാൽ ആ സ്ഥാനത്ത് നിന്ന് അയാളെ പുറത്താക്കാൻ കഴിയും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പഴയ രാജൻ കേസ്. അടിയന്തരാവസ്ഥക്കാലത്ത് രാജൻ എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ അത് കോടതിയിൽ ഹേബിയസ് കോർപ്പസ് വന്നപ്പോൾ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന K കരുണാകരൻ പോലീസ് കൊടുത്ത വിവരങ്ങൾ വെച്ചുകൊണ്ട് രാജൻ എന്ന വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് സത്യവാങ്മൂലം കോടതിയിൽ കൊടുത്തു. പക്ഷേ കോടതിക്ക് ബോധ്യപ്പെട്ടു രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന്. എന്നാൽ രാജനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് ആ കോളേജിലെ പ്രിൻസിപ്പാൾ അടക്കമുള്ളവർ ദൃക്സാക്ഷികളാണ്. അവർ കൊടുത്ത മൊഴി അനുസരിച്ച് പോലീസ് രാജനെ പിടികൂടി എന്ന് വ്യക്തമായി. അതോടുകൂടി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ K കരുണാകരന് ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് രാജിവെക്കേണ്ടി വന്നു. അതുപോലെ ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന ശ്രീമാൻ നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയാൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കോടതികളും വ്യവസ്ഥകളും ഒക്കെ ഉള്ളതാണ്. ഇവിടെ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നതിനെ നമുക്ക് മുഖവിലക്കെടുക്കാം. മകന് അങ്ങനൊരു സമൻസ് കിട്ടിയിട്ടില്ല, ശരിയായിരിക്കാം. തീർച്ചയായിട്ടും മകൻ അത് ഒപ്പിട്ട് കൈപ്പറ്റിയതായിട്ട് രേഖകളൊന്നും പുറത്തു വന്നിട്ടില്ല. ED സമൻസ് അയച്ചു എന്ന് പറയുന്നു, അങ്ങനൊരു സമൻസ് കിട്ടിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രിയും പറയുന്നു. അദ്ദേഹം പറയുന്നു മകൻ നിരപരാധിയാണ്, മകന് ഈ കാര്യത്തിൽ യാതൊരു പങ്കുമില്ല, എൻ്റെ കുടുംബത്തെ ഇങ്ങനെ വേട്ടയാടുന്നു, നേരത്തെ മകൾക്കെതിരെയായിരുന്നു ആരോപണം, ഇപ്പോൾ അത് മകനെതിരെയും വന്നിരിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കേണ്ടത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തന്നെയാണ്. അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങനൊരു സമൻസ് അയച്ചിട്ടുണ്ടോ, 2023 ഫെബ്രുവരി 14 ചോദ്യം ചെയ്യാൻ ഹാജരാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവേക് കിരണിന് ഈ ക്ലിഫ് ഹൗസിൻ്റെ അഡ്രസ്സിൽ, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലെ അഡ്രസ്സിൽ ഒരു സമൻസ് അയച്ചിട്ടുണ്ടോ, ആ സമൻസ് ഈ പറഞ്ഞ വിവേക് കിരൺ കൈപ്പറ്റിയിട്ടുണ്ടോ, ഇതൊക്കെ വെളിപ്പെടുത്തേണ്ടത് ED ആണ്. ED ഇത് വളരെ കൃത്യമായിട്ട് വെളിപ്പെടുത്തിയാൽ ഈ ദുരൂഹത നീങ്ങും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ സാധാരണ നിലയ്ക്ക് ഉത്തരം പറഞ്ഞാൽ പോരാ. ഏത് കേസ്? ലാവ്ലിനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കറിയാം സുപ്രീം കോടതിയിൽ ലാവ്ലിൻ ഒരു വലിയ അഴിമതി നടന്നുവെന്നും ഒക്കെയുള്ള ആക്ഷേപവും ആരോപണവും പരാതിയൊക്കെ വരികയും അത് CBI അന്വേഷിക്കുകയും പിന്നീടത് കോടതിയിലെത്തുകയും കോടതി പിണറായി വിജയൻ അടക്കമുള്ള ചിലരെ കുറ്റവിമുക്തനാക്കുകയൊക്കെ ചെയ്തത് നമുക്കറിയാവുന്ന ചരിത്രമാണ്. ആ ലാവ്ലിനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. ഈ പിണറായി വിജയൻ അടക്കമുള്ളവരെ കുറ്റവിമുക്തരാക്കിയ കോടതിയുടെ നടപടിക്കെതിരെയാണ് ആ കേസ്. അപ്പീൽ പോയിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ലാവ്ലിനെ സംബന്ധിച്ച കേസിൻ്റെ ഭാഗമായി കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ആക്ഷേപമാണ് ഇദ്ദേഹത്തിൻ്റെ മകന് നേരെ ഉയർന്നിരിക്കുന്നതെങ്കിൽ അതേക്കുറിച്ച് പറയാൻ ED ബാധ്യസ്ഥരാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് വിവരാവകാശ നിയമം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാണ്. ഒരു പൗരൻ ഇക്കാര്യം ഔദ്യോഗികമായി വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടാൽ അതിന് മറുപടി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ EDക്ക് മറുപടി പറയേണ്ടി വരും.
അങ്ങനെയെങ്കിൽ ആ കേസിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് എന്ന് വ്യക്തമാവും. മറിച്ച് ഈ ലൈഫ് മിഷൻ, വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ്റെ ഫ്ലാറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളാണെങ്കിൽ അവിടെയും ഈ പറഞ്ഞതുപോലെ റെഡ് ക്രസൻറ്റിൻ്റെ ഭാരവാഹി അടക്കമുള്ളവർ ആ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് സ്വപ്ന സുരേഷ് അടക്കമുള്ളവരാണ് വെളിപ്പെടുത്തലുകൾ നടത്തിയത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ സ്വർണ്ണക്കടത്ത് മുതലുള്ള പല കേസുകളിലായിട്ട് ആരോപണ വിധേയനാണ്. അദ്ദേഹം അറസ്റ്റിലായിരുന്നു, അദ്ദേഹം റിമാൻഡിലായിരുന്നു, പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങി. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ഈ റെഡ് ക്രസൻറ്റുമായി ബന്ധപ്പെട്ട് ലൈഫ് മിഷൻ ഫ്ലാറ്റ് നിർമ്മാണത്തിൽ അഴിമതി നടന്നു, അവിടെ ആണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതെങ്കിൽ അതേക്കുറിച്ച് ED വിശദമായിട്ട് പറയാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഈ 2 കേസുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ 2 കേസുകളിൽ ഏതോ ഒന്നിലാണ് സമൻസ് അയച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അത് ചിലർ ലാവ്ലിൻ കേസ് എന്ന് പറയുന്നു, ചിലർ റെഡ് ക്രസൻറ്റുമായി ബന്ധപ്പെട്ട ലൈഫ് മിഷൻ്റെ കേസാണെന്ന് പറയുന്നു. പക്ഷേ ഇതിന് ഉത്തരം പറയേണ്ടത് ED ആണ്. EDക്ക് ഇക്കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. കാരണം ആരോപണ വിധേയൻ നിസ്സാരക്കാരനല്ല, മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ മകനും ഒക്കെയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് എൻ്റെ മക്കളാരും എനിക്ക് ദുഷ്പേരുണ്ടാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെ ആയിരിക്കട്ടെ, നല്ലത്. മക്കൾ ഒരിക്കലും അച്ഛൻ്റെ പേര് ചീത്തയാക്കാൻ പാടില്ല. നല്ല മക്കളുടെ ലക്ഷണം അതാണ്. എൻ്റെ മകന് ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാ. ശരിയായിരിക്കാം, ക്ലിഫ് ഹൗസിൽ അദ്ദേഹം, ഈ മുഖ്യമന്ത്രിയുടെ മകൻ കൂടുതലും വിദേശത്താണ്, അദ്ദേഹം വിദേശത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നാട്ടിൽ വരുന്നത് വളരെ അപൂർവമാണ്. അങ്ങനെ നാട്ടിൽ വന്നാൽ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ വന്ന അച്ഛനെ അമ്മയൊക്കെ കണ്ട് ബന്ധുക്കളെ എല്ലാം കണ്ട് നിശ്ചിത അവധി ദിവസം ചെലവഴിച്ച് മടങ്ങുന്നതിനിടയ്ക്ക് ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ടെന്നൊന്നും എണ്ണാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ഉണ്ടായിക്കാണില്ല. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. മുഖ്യമന്ത്രി പറയുന്നതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യത്തിൽ ഈ വരുന്ന വാർത്തകളെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ജനങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം വളരെ കൃത്യമായിട്ട് ED ആണ് ഇനി ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടത്. പന്ത് EDയുടെ കോർട്ടിലാണ്. ED മറുപടി പറയാതെ ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അത് കേന്ദ്ര സർക്കാരിനെ കൂടെ ബാധിക്കുന്ന വിഷയമാണ്. തീർച്ചയായിട്ടും ലാവ്ലിനുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ അത് പുതിയ ഇൻഫർമേഷനാണ്. അതിനെ സംബന്ധിച്ച് കൂടുതൽ ദുരൂഹത ഉണ്ടാകും. തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയും ലാവ്ലിൻ്റെ കേസാണെങ്കിൽ അത് ദീർഘകാലം വളരെ പഴക്കമുള്ള കേസാണ്. അപ്പോൾ അത്രയും മുൻപ് തന്നെ വിവേക് കിരൺ ഇത്തരം കാര്യങ്ങൾ ഇടപെട്ടിരുന്നു എന്നൊരു ചോദ്യം കൂടെ വരുന്നുണ്ട്. അല്ല, ഇത് ഈ വിവേക് കിരൺ എന്ന് തൊട്ട് ഇതിൽ ഇടപെട്ടു എന്നുള്ളതല്ല വിഷയം. ലാവ്ലിനുമായി ബന്ധപ്പെട്ട് ലാവ്ലിനിൽ അഴിമതി നടന്നോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ചൊരു കോടതി വിധി ഉണ്ടാകുകയും പിണറായി വിജയൻ അടക്കം, അന്ന് വിദ്യുച്ഛക്തി മന്ത്രി ആയിരുന്ന പിണറായി വിജയൻ അടക്കമുള്ളവരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തു. അതിനെതിരെയാണ് അപ്പീൽ പോയിരിക്കുന്നത്. ഇപ്പോൾ അത് സുപ്രീം കോടതിയിലാണ് അപ്പീലുള്ളത്. സുപ്രീം കോടതി ആ കേസ് പല കാരണങ്ങൾ കൊണ്ട് മാറ്റിവെക്കുന്നു. അത് കോടതിയുടെ വിവേചനാധികാരമാണ്, നമുക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. കോടതി അത് മാറ്റിവെക്കുന്നതിന് അതിൻ്റെതായ കാരണങ്ങൾ പറയാനുണ്ടാകും. എന്തായാലും ആ സംഭവത്തിൽ അവിടെ അഴിമതി നടന്നിട്ടുണ്ട്, അവിടെ അഴിമതി പണം കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ വന്നാൽ ഈ പറയുന്നത് പോലെ വിവേക് കിരണിന് ആ പണത്തിൻ്റെ ഓഹരി കിട്ടിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് മറുപടി പറയേണ്ടത് ED ആണ്, ഇവിടുത്തെ മാധ്യമങ്ങളല്ല. മാധ്യമങ്ങളെ സംബന്ധിച്ച് ഈ വരുന്ന വാർത്തകൾ, ലഭിക്കുന്ന വാർത്തകൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുക എന്നുള്ള കടമ മാത്രമേ മാധ്യമങ്ങൾക്കുള്ളൂ. മാധ്യമങ്ങളല്ലാതെ ഇതിനകത്ത് കയ്യെന്നിട്ട് വാർത്ത ഉണ്ടാക്കാൻ നിൽക്കേണ്ടതില്ല. മറിച്ച് EDക്ക് അസന്നിഗ്ധമായിട്ട് പറയാൻ കഴിയും ഇതിലെന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. ആരാണ് യഥാർത്ഥ കുറ്റവാളി, ഇങ്ങനൊരു സമൻസ് അയച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ ഇങ്ങനൊരു സമൻസ് അയച്ചിട്ടില്ല എന്ന് ED പറഞ്ഞാൽ ഈ സമൻസിൻ്റെ വാർത്ത പുറത്തുവിട്ട പത്രം മറുപടി പറയേണ്ടി വരും. അവർ മാനനഷ്ടത്തിന് കേസ് നേരിടേണ്ടി വരും. കാരണം ഒരു നിരപരാധിയായ ചെറുപ്പക്കാരനെ, വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മുഖ്യമന്ത്രിയാണ് എന്നുള്ള ഒറ്റ കാരണത്താൽ വേട്ടയാടുന്നു, മാധ്യമങ്ങൾ വേട്ടയാടുന്നു, ഈ മാധ്യമം വ്യാജ വാർത്ത കൊടുത്തു എന്ന അവസ്ഥ വരും. അപ്പോൾ തീർച്ചയായിട്ടും തെളിവുകളൊന്നുമില്ലാതെ ഒരു മാധ്യമവും വാർത്ത പുറത്തുവിടില്ല. അത് സത്യമാണ്, അത് നമുക്ക് വിശ്വസിക്കാം. അങ്ങനെയെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ കല്ലും നെല്ലും തിരിക്കേണ്ടത് ED ആണ്. EDക്ക് വളരെ കൃത്യമായിട്ട് പറയാം. കാരണം സമൻസ് അയക്കുന്നത് ED ആണ്, ചോദ്യം ചെയ്യുന്നത് ED ആണ്.
ഏത് കേസിലാണ് എന്നുള്ളത് ഇ ഡിക്ക് അറിയാം. ഏത് കേസാണെന്ന് അറിഞ്ഞാലല്ലേ സമൻസ് വിടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇ ഡി കൃത്യമായിട്ട് ഇതിനൊരു മറുപടി പറയേണ്ടതാണ്. പന്തിപ്പോൾ ഇ ഡിയുടെ കോർട്ടിലാണ്. വളരെ കൃത്യമായിട്ട്, ഒരു പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയായിരിക്കാം, മകന് ഈ സമൻസ് കിട്ടിയിട്ടുണ്ടാവില്ല, കാരണം അദ്ദേഹം ഇവിടെ അല്ലല്ലോ, വിദേശത്താണല്ലോ, ഇവിടെയുള്ള അഡ്രസ്സിലല്ലേ സമൻസ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹം കള്ളം പറഞ്ഞു എന്ന് നമ്മൾ ആരും പറയുന്നില്ല. മറിച്ച് ഈ പറഞ്ഞതുപോലെ ഇ ഡി കൃത്യമായിട്ട് ഇതിനൊരു മറുപടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെ കല്ലും നെല്ലും തിരിഞ്ഞു. പിന്നെ മുന്നോട്ട് പോകുന്നത് വളരെ കൃത്യമായിട്ട് ഇ ഡി എന്തുകൊണ്ട് ഈ കേസിൽ തുടരന്വേഷണം നടത്തിയില്ല, ഈ സമൻസ് കൃത്യമായിട്ട് മറുപടി കിട്ടാതായപ്പോൾ എന്തുകൊണ്ട് മറ്റ് നടപടികളിലേക്ക് കടന്നില്ല എന്നീ ചോദ്യങ്ങൾക്ക് ഇ ഡി ഉത്തരം പറയേണ്ടി വരും. തീർച്ചയായിട്ടും അത് വലിയ കോളിളക്കം ഉണ്ടാക്കും. നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പ് കൂടെ വരാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിവാദം ചൂട് പിടിച്ച് ആളിക്കത്തുമെന്ന് തീർച്ചയാണ്. ഇതിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും ആർക്കും, ഇതിനകത്ത് ആരോപണ വിധേയരായവർക്കും ഈ ആരോപണം ഉന്നയിച്ചവർക്കും അന്വേഷിക്കുന്ന ഏജൻസിക്കുമൊക്കെ അടക്കം ഇതിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും ഊരിപ്പോകാൻ കഴിയില്ല. പിന്നെ അല്ലാതെ വെറുതെ വാർത്ത മാനിപ്പുലേറ്റ് ചെയ്തതാണെങ്കിൽ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തവർ കുരുങ്ങും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇ ഡിക്ക് മറുപടി പറയാനുള്ള ബാധ്യതയുണ്ട്. അവർ വളരെ കൃത്യമായിട്ട് പറയേണ്ടിയിരിക്കുന്നു എന്താണ് സംഭവിച്ചത് എന്ന്.